നമസ്കാരം. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ വരാഹി ദേവി. ദേവിയെ അടിസ്ഥാനമാക്കിയുള്ള ശാക്തേയ വിഭാഗത്തിൽ മാത്രമല്ല, ശിവഭക്തരും വിഷ്ണു ഭക്തരും വരാഹി ദേവിയെ സാധാരണയായി ആരാധിക്കുന്നതാണ്. രഹസ്യ വാമമാർഗ താന്ത്രിക സമ്പ്രദായങ്ങളാൽ രാത്രിയിൽ ദേവിയെ സാധാരണയായി ആരാധിക്കുന്നതുമാണ്. ബുദ്ധമത ദേവതകളായ വജ്രവരാഹി, മരീചി എന്നീ പേരുകളിൽ ദേവിയെ ബുദ്ധമതത്തിൽ ആരാധിക്കുന്നതുമാണ്. അത്രമേൽ പ്രാധാന്യം ദേവിക്കുണ്ട്. ഭക്തർ വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി. വിളിക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും വിശ്വാസവും നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. എന്നാൽ ദേവിയിൽ തീർച്ചയായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏത് കാര്യം ചെയ്താലും ഫലപ്രാപ്തിയിലെത്തും. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കുന്നതുമല്ല. ദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ദേവി ഭക്തരുടെ വീടുകളിൽ ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇവർ ചില വീടുകളിൽ നിന്നും ജലമോ ആഹാരമോ കഴിക്കുന്നതും ശുഭകരമല്ല. അതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വജ്രഘോഷം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആദ്യത്തേത് വടക്ക് ദിശയുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു. വടക്ക് ദിശയിൽ എപ്പോഴും വെളിച്ചം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. വടക്ക് ദിശയിൽ വെളിച്ചമില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷമായി ഭവിക്കും. അതിനാൽ തന്നെ രാത്രി സമയങ്ങളിൽ എപ്പോഴും പ്രകാശം ഉണ്ടാകുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാം. ദേവി നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനാൽ വടക്ക് ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം എപ്പോഴും നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം അടുക്കളയുമായി ബന്ധപ്പെട്ടാകുന്നു. അടുക്കളയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ദേവതാ ചൈതന്യം കുടികൊള്ളുന്ന ഇടം കൂടിയാണ് അടുക്കള. അതിനാൽ എപ്പോഴും അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ അടുക്കള അടയ്ക്കുന്നതായ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ഓർക്കുക. പല സമയത്തും പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാകുന്നു. രാത്രി അടുക്കളയിൽ അല്പം ചോറ് നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആഹാരം അല്പം മാറ്റി വയ്ക്കുക. അതോടൊപ്പം അല്പം ശുദ്ധജലം കൂടി വയ്ക്കുക. ഒരു ഗ്ലാസ് ശുദ്ധജലം വയ്ക്കണം. അതും മൂടി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ആഹാരവും ജലവും മൂടി വയ്ക്കുക. ഇപ്രകാരം നിങ്ങൾ നിത്യവും ചെയ്യുകയാണ് എങ്കിൽ അത് സന്താനങ്ങൾക്ക് ഉയർച്ച, രോഗശമനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമായി തീരും. കൂടാതെ ആ വീടുകളിൽ ദേവതാ ചൈതന്യം വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ തീർച്ചയായും ഈ കാര്യം അഥവാ ദേവിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുവാൻ ഈ കാര്യം വീട്ടിൽ ചെയ്യുന്നത് ഉത്തമമാകുന്നു. നിത്യവും ഈ കാര്യം ചെയ്യുക. അടുത്ത ദിവസം ഇത് മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പുറത്ത് അത് കളയാവുന്നതാണ്. മൃഗങ്ങൾക്ക് നൽകുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് പൂക്കളുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു. പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ശംഖുപുഷ്പം, ചെമ്പരത്തി, ചെത്തി എന്നീ പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇവ വീടുകളിൽ നിറയെ പൂക്കുന്നതും ദേവിയുടെ അനുഗ്രഹത്തെ കൂടി സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ വീടുകളിൽ വിടരുന്നതായ പുഷ്പം പറിച്ച് ദേവിക്ക് മുൻപിൽ സമർപ്പിച്ച് അത് ചിത്രമില്ല എങ്കിൽ പോലും വിളക്ക് തെളിയിക്കുന്നതായ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഈ പുഷ്പങ്ങൾ അഥവാ ഈ ചെടികൾ വീടുകളിൽ ഇല്ല എങ്കിൽ നട്ടു വളർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും സഹായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായത്തിനായി ഈ വീടുകളിൽ ചെന്നാൽ ഒരിക്കലും അവർ കൈവിടുന്നതല്ല. ഇത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. അവർക്ക് വേണ്ടതായ സഹായം എല്ലാം ചെയ്ത് നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവർക്ക് സാധിക്കുന്നതായ സഹായം അവർ ചെയ്യുന്നതാകുന്നു. അവർക്ക് പറ്റാത്ത കാര്യമാണ് എങ്കിൽ അവർ ആവശ്യമായ സഹായം എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നതാണ് വാസ്തവം. ഈ ഒരു ഉറപ്പ് അവിടെ ചെല്ലുന്ന വ്യക്തികൾക്കും ഉണ്ടാകും എന്നതാണ് വാസ്തവം.
അതിനാൽ തന്നെ ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ഓർക്കുക. ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമാകുന്നു. സമാധാനം. എത്ര വലിയ വിഷമവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി എന്ന് വരാം. പലവിധ കാരണങ്ങൾ കൊണ്ടാകാം. ചില വീടുകളിൽ ചെന്നാൽ ഇതെല്ലാം നിങ്ങൾ മറക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കും. ആ വീടുകളിൽ ചെന്നാൽ മനസ്സിന് സന്തോഷം കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കുക. ഈ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഉള്ളത്. ദൈവിക ചൈതന്യം അഥവാ ദൈവിക സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ ആ വീടുകളിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുവാൻ നിങ്ങൾക്ക് മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ വരാഹി ദേവിയെ ആരാധിക്കുന്നവരാണ് എങ്കിൽ അഥവാ വരാഹി ദേവിയെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ചില വീടുകളിൽ നിന്നും ആഹാരമോ ജലമോ നിങ്ങൾ കുടിക്കുന്നത് അത്ര ശുഭകരമല്ല അഥവാ സ്വീകരിക്കുന്നത് ശുഭമല്ല. അതിൽ ആദ്യത്തേത് ദുർഗന്ധം വമിക്കുന്ന വീടാകുന്നു. വീട് എത്ര വലിയ വീടാണ് എങ്കിൽ പോലും ദുർഗന്ധം വമിക്കുന്നതായ വീടാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമല്ല. അത് വലിയ വീട് ചെറിയ വീട് എന്ന വ്യത്യാസമില്ല. ദുർഗന്ധം വമിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കുക. ചില വീടുകളിൽ പ്രവേശിക്കുമ്പോൾ എന്തെന്നില്ലാതെ ടെൻഷൻ മനസ്സിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ വളരെയധികം ഭയം തോന്നും. നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ ആരംഭിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവമുണ്ട് എങ്കിൽ അത്തരം വീടുകൾ ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. നെഗറ്റീവ് ഊർജത്തിന്റെ കൂടാരം തന്നെയാണ് എന്ന് പരാമർശിക്കാം. ദേഷ്യമുഖത്തോടെ ഒരു വ്യക്തി നിങ്ങൾക്ക് ആഹാരമോ ജലമോ അത് എന്ത് തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ അത്തരം വീടുകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അത്തരം ആഹാരം നിങ്ങൾ കഴിക്കുന്നത് ശുഭമല്ല എന്ന കാര്യവും ഓർക്കുക. ചില വീടുകളിൽ നിത്യവും കലഹമായിരിക്കും, അശാന്തി തന്നെയായിരിക്കും. പണമുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ആ വീടുകളിൽ നിങ്ങൾ ഇപ്രകാരം പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം. ചില വീടുകൾ വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം ചില വീടുകളിൽ എന്ത് തന്നെ നട്ടു വളർത്തിയാലും പെട്ടെന്ന് തന്നെ വളരുകയും കായ്ക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ധാരാളം പൂക്കൾ വിടരുന്നതുമാകുന്നു. എന്നാൽ മറിച്ച് ചില വീടുകളിൽ എന്ത് സസ്യം തന്നെ നട്ടാലും പിടിക്കണം എന്നില്ല, വാടിപ്പോവുകയോ അല്ലെങ്കിൽ പിടിക്കാത്തതായ സാഹചര്യമുണ്ട്. അത്തരം വീടുകൾ ശുഭകരമല്ല, അല്ലെങ്കിൽ ആ ഭൂമിയിൽ ദോഷമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം വീടുകൾ ശുഭമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇത്തരം വീടുകളിൽ ദുഷ്ടശക്തികൾ വസിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിനാൽ ഈ വീടുകളിൽ നിന്നും ആഹാരം ജലം നിങ്ങൾ സേവിക്കുന്നതിലൂടെ അഥവാ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളിലെ ഈശ്വരാധീനം തന്നെയാണ് കുറയുക. എന്നിരുന്നാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു. കാരണം മറ്റൊരു വ്യക്തിയുടെ വിഷമം നിങ്ങൾക്ക് ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങൾ മൂലം വിഷമിക്കുന്നത് ശുഭമല്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വരാഹി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ് നിൽക്കുന്നതായ ആ വ്യക്തികളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതായ ലക്ഷണമുണ്ട്. വരാഹി ദേവിയുടെ നാമങ്ങൾ അറിയാതെ നാവിലേക്ക് കടന്നു വരിക, വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ കടന്നു വരിക, വരാഹി ദേവിയെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയുന്നതാകുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതും കൂടാതെ വരാഹി ദേവിയെ ആരാധിക്കുമ്പോൾ ശരീരം രോമാഞ്ചം വരികയും ശരീരത്തിൽ രോമാഞ്ചം വരികയോ കണ്ണുകൾ നിറയുകയോ ചെയ്യുന്നതും വിശേഷാൽ ലക്ഷണം തന്നെയാകുന്നു. ഈ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തീർച്ചയായും നിങ്ങൾ വരാഹി ദേവിയെ ആരാധിച്ച് വരാഹി ദേവിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. ഈ കാര്യവും പ്രത്യേകം ഓർക്കുക.